ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും മലയാളി PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. PSC ബുള്ളറ്റിൻ 2025 ജാനുവരി സ്പെഷ്യൽ എഡിഷനിലെ ഇന്ത്യ 2024 എന്ന കറണ്ട് അഫെയേഴ്സ് പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ 3 പാർട്ടുകളിലാക്കിയിട്ട് നമ്മൾ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 4ാമത്തെ ഫൈനൽ പാർട്ടാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വിയറ്റ്നാം ഇന്ത്യ ഉഭയകക്ഷി സൈനികാഭ്യാസം വിൻബാക്സ് 2024 വേദി ഹരിയാന. വിയറ്റ്നാം ഇന്ത്യ ഉഭയകക്ഷി സൈനികാഭ്യാസം വിൻബാക്സ് 2024 വേദി ഹരിയാന. 2024 പൂനെ ഫിലിം ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളത്തിൽ നിന്നുള്ള മൈക്രോ സിനിമ ഫുഡ്വെയർ. സംവിധാനം ചന്ദ്രു വെള്ളരിക്കുണ്ട്. അപ്പോൾ 2024 പൂനെ ഫിലിം ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളത്തിൽ നിന്നുള്ള മൈക്രോ സിനിമയാണ് ഫുഡ്വെയർ. സംവിധാനം ചെയ്തത് ചന്ദ്രു വെള്ളരിക്കുണ്ടാണ്. ഇലക്ട്രിക് വാഹനത്തിൻ്റെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി അടുത്തിടെ ആരംഭിച്ച പദ്ധതി PME ഡ്രൈവ്. ഇലക്ട്രിക് വാഹനത്തിൻ്റെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി അടുത്തിടെ ആരംഭിച്ച പദ്ധതി PME ഡ്രൈവ്. ഇന്ത്യയും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആർമിയും തമ്മിലുള്ള യുദ്ധ അഭ്യാസ് സംയുക്ത സൈനിക അഭ്യാസം 2024 വേദിയായത് മഹാജൻ, രാജസ്ഥാൻ. ഇന്ത്യയും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആർമിയും തമ്മിലുള്ള യുദ്ധ അഭ്യാസ് സംയുക്ത സൈനിക അഭ്യാസം 2024 വേദിയായത് മഹാജൻ, രാജസ്ഥാൻ. UK ലീഡ്സ് സർവകലാശാലയിലെ ഗവേഷണ സംഘം നടത്തിയ പഠന റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പുറന്തള്ളുന്ന രാജ്യം ഇന്ത്യ. 2ാം സ്ഥാനം നൈജീരിയയ്ക്ക്. ഇപ്പോൾ UK ലീഡ്സ് സർവകലാശാലയിലെ ഗവേഷണ സംഘം നടത്തിയ പഠന റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പുറന്തള്ളുന്ന രാജ്യം ഇന്ത്യയാണ്. ഏഷ്യൻ കിങ് എന്ന ഇനം കഴുകനെ രക്ഷിക്കാനായിട്ട് രാജ്യത്തെ ആദ്യത്തെ സംരക്ഷണ കേന്ദ്രം ആരംഭിച്ച സംസ്ഥാനം ഉത്തർപ്രദേശ്. ഏഷ്യൻ കിങ് എന്ന ഇനം കഴുകനെ സംരക്ഷിക്കാനായി രാജ്യത്തെ ആദ്യ സംരക്ഷണ കേന്ദ്രം ആരംഭിച്ച സംസ്ഥാനം ഉത്തർപ്രദേശ്. അലങ്കാര മത്സ്യങ്ങളെക്കുറിച്ചുള്ള സമ്പൂർണ്ണ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയം പുറത്തിറക്കിയ ആപ്പ് രംഗീൻ മച്ഛലി ആപ്പ്. അലങ്കാര മത്സ്യങ്ങളെക്കുറിച്ചുള്ള സമ്പൂർണ്ണ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയം പുറത്തിറക്കിയ ആപ്പ് രംഗീൻ മച്ഛലി ആപ്പ്. ഇന്ത്യയിൽ എവിടെയും പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നവരെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് തെളിവ് സഹിതം വിവരം നൽകാനുള്ള ക്യാമ്പയിൻ സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിൻ. ഇന്ത്യയിൽ എവിടെയും പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നവരെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് തെളിവ് സഹിതം വിവരം നൽകാനുള്ള ക്യാമ്പയിൻ സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിൻ. 54ാമത് GST കൗൺസിൽ മീറ്റിംഗ് വേദി ന്യൂഡൽഹി. 54ാമത് GST കൗൺസിൽ മീറ്റിംഗ് വേദി ന്യൂഡൽഹി. 2024 സെപ്റ്റംബറിൽ നാഗാലാൻഡിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ഇഞ്ചി കുർക്കുമ ഉങ്മെൻസിസ്. 2024 സെപ്റ്റംബറിൽ നാഗാലാൻഡിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ഇഞ്ചി കുർക്കുമ ഉങ്മെൻസിസ്. ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സോളാർ ഇലക്ട്രിക് ബോട്ട് ബരക്കുഡ. ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സോളാർ ഇലക്ട്രിക് ബോട്ട് ബരക്കുഡ. പുതിയ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കർണാടക. 3ാം സ്ഥാനമാണ് കേരളത്തിന്. പുതിയ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കർണാടക. 3ാം സ്ഥാനം കേരളം. ഏറ്റവും കൂടുതൽ നാളികേര ഉൽപ്പാദനമുള്ള രാജ്യം ഇന്തോനേഷ്യ. 2ാം സ്ഥാനം ഫിലിപ്പൈൻസ്. 3ാം സ്ഥാനം ഇന്ത്യ. അപ്പോൾ രാജ്യത്തിൻ്റെ കാര്യത്തിൽ ഇന്തോനേഷ്യയിലാണ് ഏറ്റവും കൂടുതൽ നാളികേര ഉൽപ്പാദനമുള്ളത്. 2ാം സ്ഥാനം ഫിലിപ്പൈൻസ്. 3ാം സ്ഥാനം ഇന്ത്യ. ഇന്ത്യയുടെ 51ാമത് ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത് ആര്? ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. ഇന്ത്യയുടെ 51ാമത് ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത് ആര്? ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. ഇന്ത്യൻ ഗവേഷകർ കണ്ടെത്തിയ ഭൂമിയേക്കാൾ 5 ഇരട്ടി വലിപ്പമുള്ള ഗ്രഹം TOI 665-1b. 665-1b. TOI 665-1b. മുട്ട ചേർത്ത മയോണൈസ് നിരോധിച്ച ഇന്ത്യൻ സംസ്ഥാനം തെലുങ്കാന. മുട്ട ചേർത്ത മയോണൈസ് നിരോധിച്ച ഇന്ത്യൻ സംസ്ഥാനം തെലുങ്കാന. സർക്കാർ ജോലികളിൽ വനിതകൾക്ക് 35% സംവരണം ഏർപ്പെടുത്താൻ തീരുമാനിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം മധ്യപ്രദേശ്. സർക്കാർ ജോലികളിൽ വനിതകൾക്ക് 35% സംവരണം ഏർപ്പെടുത്താൻ തീരുമാനിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം മധ്യപ്രദേശ്. ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കിയ ഇന്ത്യയിലെ ആദ്യ ഗ്രാമം ഉജ്ജാർ ഉളവാർ, കാസർഗോഡ്.
ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കിയ ഇന്ത്യയിലെ ആദ്യ ഗ്രാമം ഉജ്ജാർ ഉളവാർ, കാസർഗോഡ്. ആഗോള പ്രകൃതി സംരക്ഷണ സൂചികയിൽ 180 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 176. ആഗോള പ്രകൃതി സംരക്ഷണ സൂചികയിൽ 180 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 176 ആണ്. 1-ാം സ്ഥാനം ലക്സംബർഗ്. അടുത്തിടെ സ്ത്രീകൾക്ക് സൗജന്യ ഗ്യാസ് സിലിണ്ടറുകൾ നൽകുന്നതിനായി ദീപം പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. അടുത്തിടെ സ്ത്രീകൾക്ക് സൗജന്യ ഗ്യാസ് സിലിണ്ടറുകൾ നൽകുന്നതിനായി ദീപം പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. രാജ്യത്തെ റെയിൽവേ സേവനങ്ങളെല്ലാം ഒരു കിടക്കയിൽ കൊണ്ടുവരുന്ന ആപ്പ് സൂപ്പർ ആപ്പ്. രാജ്യത്തെ റെയിൽവേ സേവനങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന ആപ്പ് സൂപ്പർ ആപ്പ്. അടുത്തിടെ അന്തരിച്ച BPL സ്ഥാപകൻ TPG നമ്പ്യാർ. അടുത്തിടെ അന്തരിച്ച BPL സ്ഥാപകൻ TPG നമ്പ്യാർ. 2025 ദുബായിൽ അന്താരാഷ്ട്ര ഗവേഷണ കേന്ദ്രം ആരംഭിക്കാൻ ഒരുങ്ങുന്ന IIT മദ്രാസ്. വേൾഡ് ജസ്റ്റിസ് പ്രൊജക്റ്റ് പുറത്തിറക്കിയ റൂൾ ഓഫ് ലോ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 79. 1-ാമത് ഡെൻമാർക്കാണ്. വേൾഡ് ജസ്റ്റിസ് പ്രൊജക്റ്റ് പുറത്തിറക്കിയ റൂൾ ഓഫ് ലോ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 79. 1-ാമത് ഡെൻമാർക്ക്. മഹാരാഷ്ട്ര സ്റ്റേറ്റ് സ്കിൽസ് യൂണിവേഴ്സിറ്റിയുടെ പുതിയ പേര് രത്തൻ ടാറ്റ സ്റ്റേറ്റ് സ്കിൽസ് യൂണിവേഴ്സിറ്റി. മഹാരാഷ്ട്ര സ്റ്റേറ്റ് സ്കിൽസ് യൂണിവേഴ്സിറ്റിയുടെ പുതിയ പേര് രത്തൻ ടാറ്റ സ്റ്റേറ്റ് സ്കിൽസ് യൂണിവേഴ്സിറ്റി. സായുധ സേനകളുടെ മെഡിക്കൽ സർവീസ് ഡയറക്ടർ ജനറലായി നിയമിതയായ ആദ്യ വനിത ആരതി സരിൻ. സായുധ സേനകളുടെ മെഡിക്കൽ സർവീസ് ഡയറക്ടർ ജനറലായി നിയമിതയായ ആദ്യ വനിത ആരതി സരിൻ. ഇന്ത്യയുടെ പുതിയ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലായി നിയമിതനായത് സഞ്ജയ് മൂർത്തി. ഇന്ത്യയുടെ പുതിയ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലായി നിയമിതനായത് സഞ്ജയ് മൂർത്തി. കവാൽ ടൈഗർ റിസർവ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? തെലുങ്കാന. കവാൽ ടൈഗർ റിസർവ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? തെലുങ്കാന. ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസം ഗരുഡ ശക്തി. ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസം ഗരുഡ ശക്തി. കടുവകളെ കാണാതായതിനെ തുടർന്ന് വാർത്തകളിൽ ഇടം പിടിച്ച രൺതംബോർ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് സംസ്ഥാനം രാജസ്ഥാൻ. കടുവകളെ കാണാതായതിനെ തുടർന്ന് വാർത്തകളിൽ ഇടം പിടിച്ച രൺതംബോർ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം രാജസ്ഥാൻ. 2024 ബിർസ മുണ്ടയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് എത്ര രൂപയുടെ നാണയമാണ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയത്? 150. 2024 ബിർസ മുണ്ടയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് എത്ര രൂപയുടെ നാണയമാണ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയത്? 150. കടലിലും ശുദ്ധജലത്തിലും കരയിലുമായി കഴിയുന്ന ആമകളുടെ സംരക്ഷണം ലക്ഷ്യമിട്ടുകൊണ്ട് പുറത്തിറക്കിയ മൊബൈൽ ആപ്പ് കൂർമ ആപ്പ്. കടലിലും ശുദ്ധജലത്തിലും കരയിലുമായി കഴിയുന്ന ആമകളുടെ സംരക്ഷണം ലക്ഷ്യമിട്ടുകൊണ്ട് പുറത്തിറക്കിയ മൊബൈൽ ആപ്പ് കൂർമ ആപ്പ്. സൂപ്പർ കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയിൽ സ്വയം പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ വികസിപ്പിച്ച സൂപ്പർ കമ്പ്യൂട്ടറുകൾ പരംരുദ്ര സൂപ്പർ കമ്പ്യൂട്ടറുകൾ. സൂപ്പർ കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയിൽ സ്വയം പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ വികസിപ്പിച്ച സൂപ്പർ കമ്പ്യൂട്ടറുകൾ പരംരുദ്ര സൂപ്പർ കമ്പ്യൂട്ടറുകൾ. തമിഴ്നാട് പുതുച്ചേരി തീരങ്ങളിൽ വീശിയ ചുഴലിക്കാറ്റ് ഫെങ്കൽ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം സൗദി അറേബ്യ. അപ്പോൾ തമിഴ്നാട് പുതുച്ചേരി തീരങ്ങളിലാണ് വീശിയ ചുഴലിക്കാറ്റാണ് ഫെങ്കൽ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം സൗദി അറേബ്യ. 2024 നവംബർ 19 GSAT-N2 എന്നുള്ള പേരുണ്ട് വാർത്താവിനിമയ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഇന്ത്യ. അപ്പോൾ 2024 നവംബർ 19 GSAT-20 വാർത്താവിനിമയ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഇന്ത്യയാണ്. ഭാരം 4700 കിലോഗ്രാമാണ്. വിക്ഷേപണ വാഹനം ഫാൽക്കൺ 9. അപ്പോൾ വിക്ഷേപണ വാഹനം ഫാൽക്കൺ 9 ആണ്. ഭാരം 4700 കിലോഗ്രാമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ GST പിരിച്ചെടുക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. അപ്പോൾ GST ഏറ്റവും കൂടുതൽ പിരിച്ചെടുക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് നിലവിൽ വന്ന നഗരം പൂനെ. ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് നിലവിൽ വന്ന നഗരം പൂനെ. 2024 അന്തരിച്ച പണ്ഡിറ്റ് രാം നാരായൺ ഏതു വാദ്യോപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സാരംഗി. 2024 അന്തരിച്ച പണ്ഡിറ്റ് രാം നാരായണൻ ഏതു വാദ്യോപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സാരംഗി.
ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത് വാർഷികമാണ് 2024 നവംബറിൽ ആഘോഷിച്ചത്? 75. ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത് വാർഷികമാണ് 2024 നവംബറിൽ ആഘോഷിച്ചത്? 75. ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ മ്യൂസിയം നിലവിൽ വരുന്നത് OP ജിൻഡാൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റി, ഹരിയാന. അപ്പോൾ ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ ഹരിയാന. എവിടെയാണ് ഭരണഘടനാ മ്യൂസിയം? OP ജിൻഡാൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റി. ഭരണഘടനാ ഹത്യാ ദിനം പ്രഖ്യാപിച്ചത്? ജൂൺ 25. ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ദിനമായ ജൂൺ 25 ഭരണഘടനാ ഹത്യാ ദിനമായിട്ട് ആചരിക്കുന്നത്. ഭരണഘടനാ ഹത്യാ ദിനം പ്രഖ്യാപിച്ചത് ജൂൺ 25. ഇതിൻ്റെ എന്താണ് പ്രത്യേകത? ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ദിനമാണ് ജൂൺ 25. ദോഗ്ര നാടോടി നായകനായ ബാബ ജിത്തുവിൻ്റെ ത്യാഗത്തെ ആദരിക്കുന്ന ജീരി മേള വർഷം തോറും നടക്കുന്നത് എവിടെ? ജമ്മു കാശ്മീർ. ദോഗ്ര നാടോടി നായകനായ ബാബ ജിത്തുവിൻ്റെ ത്യാഗത്തെ ആദരിക്കുന്ന ജീരി മേള വർഷം തോറും നടക്കുന്നത് എവിടെ? ജമ്മു കാശ്മീർ. മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ്. അടുത്തിടെ അന്തരിച്ച സ്വകാര്യത മൗലികാവകാശമാക്കാൻ പോരാടിയ കർണാടക ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് KS പുട്ടസ്വാമി. അടുത്തിടെ അന്തരിച്ച സ്വകാര്യത മൗലികാവകാശമാക്കാൻ പോരാടിയ കർണാടക ഹൈക്കോടതി മുൻ ജഡ്ജിയാണ് ജസ്റ്റിസ് KS പുട്ടസ്വാമി. പനാജി അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ക്രിയേറ്റീവ് മൈൻഡ്സ് ഓഫ് ടുമോറോയിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി. അപ്പോൾ പനാജി അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ക്രിയേറ്റീവ് മൈൻഡ്സ് ഓഫ് ടുമോറോ അങ്ങനെയുള്ള മികച്ച സംവിധായികയായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി അർഷലി ജോസ്. സിനിമ ഗുല്ലു. പനാജി അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ക്രിയേറ്റീവ് മൈൻഡ്സ് ഓഫ് ടുമോറോയിൽ മികച്ച സംവിധായികയായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി അർഷലി ജോസ്. സിനിമ ഗുല്ലു. കാലാവസ്ഥാ ഗവേഷണത്തിനായി ഇന്ത്യ വികസിപ്പിച്ച ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടറുകൾ അർക്ക, അരുണിമ. കാലാവസ്ഥാ ഗവേഷണത്തിനായി ഇന്ത്യ വികസിപ്പിച്ച ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടറുകൾ അർക്ക, അരുണിമ. മഹാനദീ ജലതർക്കം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങൾ? ഛത്തീസ്ഗഡ്, ഒഡീഷ. മഹാനദീ ജലതർക്കം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങൾ ഛത്തീസ്ഗഡ്, ഒഡീഷ. ലോക ആയുർവേദ കോൺഗ്രസ് വേദി ഉത്തരാഖണ്ഡ്. അടുത്തിടെ അന്തരിച്ച ഏത് എഴുത്തുകാരനാണ് വിവിധ ഭാഷകളിൽ നിന്നും 107 കൃതികൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത്? MP സദാശിവൻ. അടുത്തിടെ അന്തരിച്ച ഏത് എഴുത്തുകാരനാണ് വിവിധ ഭാഷകളിൽ നിന്നും 107 കൃതികൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത്? MP സദാശിവൻ. 2024 ഒക്ടോബറിൽ ഒഡീഷയിലും ബംഗാളിലും നാശനഷ്ടമുണ്ടാക്കിയ ചുഴലിക്കാറ്റ് ഡാന. 2024 ഒക്ടോബറിൽ ഒഡീഷയിലും ബംഗാളിലും നാശനഷ്ടമുണ്ടാക്കിയ ചുഴലിക്കാറ്റ് ഡാന. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനിതാ കൗൺസിലർമാർ ഉള്ള സംസ്ഥാനം? തമിഴ്നാട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനിതാ കൗൺസിലർമാർ ഉള്ള സംസ്ഥാനം തമിഴ്നാട്. ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരികളെ ചന്ദ്രനിലെത്തിച്ച് ഭൂമിയിൽ തിരിച്ചിറക്കുന്ന ISRO പദ്ധതി ചന്ദ്രയാൻ 4 മിഷൻ. ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരികളെ ചന്ദ്രനിലെത്തിച്ച് ഭൂമിയിൽ തിരിച്ചിറക്കുന്ന ISRO പദ്ധതി ചന്ദ്രയാൻ 4 മിഷൻ. റിസർവ് ബാങ്കിൻ്റെ പുതിയ ഗവർണർ സഞ്ജയ് മൽഹോത്ര 26ാമത് ഗവർണറാണ്. റിസർവ് ബാങ്കിൻ്റെ പുതിയ ഗവർണർ സഞ്ജയ് മൽഹോത്ര 26ാമത് ഗവർണറാണ്. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ വിജയ് കിഷോർ രഹത്കർ. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ വിജയ് കിഷോർ രഹത്കർ. ഹരിയാന മുഖ്യമന്ത്രി നയബ സിംഗ് സെയ്നി. ഹരിയാന മുഖ്യമന്ത്രി നയബ സിംഗ് സെയ്നി. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നവിസ്. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നവിസ്. പ്രത്യേക പദവി റദ്ദാക്കിയ ശേഷമുള്ള ജമ്മു കാശ്മീരിലെ ആദ്യ മുഖ്യമന്ത്രി ഒമർ അബ്ദുല്ല. പ്രത്യേക പദവി റദ്ദാക്കിയ ശേഷമുള്ള ജമ്മു കാശ്മീരിലെ ആദ്യ മുഖ്യമന്ത്രി ഒമർ അബ്ദുല്ല. പുതിയ വ്യോമസേനാ മേധാവി എയർ മാർഷൽ അമർപ്രീത് സിംഗ്. പുതിയ വ്യോമസേനാ മേധാവി എയർ മാർഷൽ അമർപ്രീത് സിംഗ്. മനുഷ്യാവകാശ കമ്മീഷൻ്റെ പുതിയ ചെയർമാൻ V. രാമസുബ്രഹ്മണ്യം. മനുഷ്യാവകാശ കമ്മീഷൻ്റെ പുതിയ ചെയർമാൻ 9ാമത് ചെയർമാനാണ് V. രാമസുബ്രഹ്മണ്യം. 2024 ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത തബല വിദ്വാൻ സാക്കിർ ഹുസൈൻ. 2024 ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത തബല വിദ്വാൻ സാക്കിർ ഹുസൈൻ. അപ്പോൾ സാക്കിർ ഹുസൈൻ തബലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു.
2024 ഡിസംബറിൽ അന്തരിച്ച വിഖ്യാത ചലച്ചിത്ര സംവിധായകൻ ശ്യാം ബെനഗൽ 2025 ഫാൽക്കെ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 2024 ഡിസംബറിൽ അന്തരിച്ച വിഖ്യാത ചലച്ചിത്ര സംവിധായകൻ ശ്യാം ബെനഗൽ 2005 ഫാൽക്കെ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ജിയോ സയൻസ് മ്യൂസിയം ഗ്വാളിയോർ. ഇന്ത്യയിലെ ആദ്യത്തെ ജിയോ സയൻസ് മ്യൂസിയം ഗ്വാളിയോർ. ഹരിയാനയിൽ നിന്നും രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മുൻ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖ ശർമ്മ. ഹരിയാനയിൽ നിന്നും രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മുൻ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖ ശർമ്മ. ഹൈഡ്രജൻ ഇന്ധനത്തിൽ ട്രെയിൻ ഓടിക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 5. ഹൈഡ്രജൻ ഇന്ധനത്തിൽ ട്രെയിൻ ഓടിക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 5. ട്രെയിനിൽ ഹൈഡ്രജൻ നിറയ്ക്കുന്ന സാങ്കേതികവിദ്യ വികസിപ്പിച്ച ഫ്ലൂയിട്രോൺ കമ്പനിയുടെ ശാഖ എവിടെയാണ്? കൊച്ചി. അപ്പോൾ ട്രെയിനിൽ ഹൈഡ്രജൻ നിറയ്ക്കുന്ന സാങ്കേതികവിദ്യ വികസിപ്പിച്ച ഫ്ലൂയിട്രോൺ കമ്പനിയുടെ ശാഖ കൊച്ചിയിലാണ്. 2024 നവംബറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നടന്ന സംസ്ഥാനങ്ങൾ മഹാരാഷ്ട്ര ആൻഡ് ജാർഖണ്ഡ്. അപ്പോൾ 2024 നവംബറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നടന്നത് മഹാരാഷ്ട്ര, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കൊമേഴ്ഷ്യൽ പൈലറ്റ് സമൈറ. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കൊമേഴ്ഷ്യൽ പൈലറ്റ് സമൈറ. രതബാനി ടൈഗർ റിസർവ് ഏത് സംസ്ഥാനത്താണ്? അപ്പോൾ ശ്രദ്ധിച്ചോ, രതബാനി ടൈഗർ റിസർവ് മധ്യപ്രദേശ്. രതബാനി ടൈഗർ റിസർവ് മധ്യപ്രദേശ്. ബാങ്ക് അക്കൗണ്ട് ഉടമകൾക്ക് അവരുടെ അക്കൗണ്ടുകളിൽ 4 നോമിനികൾ വരെ ഉണ്ടായിരിക്കാൻ അനുവദിക്കുന്ന ബാങ്കിംഗ് നിയമ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കിയത് 2024 ഡിസംബർ 3. ബാങ്ക് അക്കൗണ്ട് ഉടമകൾക്ക് അവരുടെ അക്കൗണ്ടുകളിൽ 4 നോമിനികൾ വരെ ഉണ്ടായിരിക്കാൻ അനുവദിക്കുന്ന ബാങ്കിംഗ് നിയമ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കിയത് 2024 ഡിസംബർ 3-നാണ്. 4 നോമിനികൾ വരെ ഉണ്ടായിരിക്കാം എന്നുള്ളൊരു ഭേദഗതി കൊണ്ടുവന്നത് 2024 ഡിസംബർ 3. അടുത്തതായി 2024 ഡിസംബറിൽ ഇന്ത്യ സന്ദർശിച്ച ശ്രീലങ്കൻ പ്രസിഡന്റ് അനുര കുമാര ദിസനായക. 2024 ഡിസംബറിൽ ഇന്ത്യ സന്ദർശിച്ച ശ്രീലങ്കൻ പ്രസിഡന്റ് അനുര കുമാര ദിസനായക. ഇന്ത്യയുടെ ആദ്യത്തെ മൈക്രോ ആൽഗ ലിക്വിഡ് ട്രീ സ്ഥാപിച്ചത് കുഫോസ് ക്യാമ്പസിൽ. ഇന്ത്യയുടെ ആദ്യത്തെ മൈക്രോ ആൽഗ ലിക്വിഡ് ട്രീ സ്ഥാപിച്ചത് കുഫോസ് ക്യാമ്പസിൽ. ലോകത്തെ ഏറ്റവും കൂടുതൽ മൊബൈൽ മാൽവെയർ ആക്രമണ ഭീഷണി നേരിടുന്ന രാജ്യം ഇന്ത്യ. ലോകത്ത് ഏറ്റവും കൂടുതൽ മൊബൈൽ മാൽവെയർ ആക്രമണ ഭീഷണി നേരിടുന്ന രാജ്യം ഇന്ത്യ. ഇന്ത്യൻ ആർമി ആദ്യമായി ഒപ്റ്റിക്കൽ ഫൈബർ കണക്ടിവിറ്റി ആരംഭിച്ചത് സിയാച്ചിൻ. ഇന്ത്യൻ ആർമി ആദ്യമായി ഒപ്റ്റിക്കൽ ഫൈബർ കണക്ടിവിറ്റി ആരംഭിച്ചത് സിയാച്ചിൻ. ഇന്ത്യ ഇൻ്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ 2024 വേദി ഗുവാഹത്തി. ഇന്ത്യ ഇൻ്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ 2024 വേദി ഗുവാഹത്തി. നാഷണൽ സീഡ് കോൺഗ്രസ് വേദി വാരണാസി. നാഷണൽ സീഡ് കോൺഗ്രസ് വേദി വാരണാസി. കാലാവസ്ഥാ വ്യതിയാന സൂചിക പ്രകാരം ഇന്ത്യ എത്രാമതാണ്? 10ാമത്. കാലാവസ്ഥാ വ്യതിയാന സൂചിക ഇന്ത്യയുടെ സ്ഥാനം 10. ഉത്തർപ്രദേശിലെ പുതിയ ജില്ലയുടെ പേര് മഹാകുംഭ്. ഉത്തർപ്രദേശിലെ പുതിയ ജില്ലയുടെ പേര് മഹാകുംഭ്. 2024 എയ്ഡ്സ് ദിനത്തിൻ്റെ പ്രമേയം ടേക്ക് ദ റൈറ്റ് പാത്ത്, മൈ ഹെൽത്ത് മൈ റൈറ്റ്. ടേക്ക് ദ റൈറ്റ് പാത്ത്, മൈ ഹെൽത്ത് മൈ റൈറ്റ്. 2024 എയ്ഡ്സ് ദിനത്തിൻ്റെ പ്രമേയം ടേക്ക് ദ റൈറ്റ് പാത്ത്, മൈ ഹെൽത്ത് മൈ റൈറ്റ്. ഭരണഘടനയുടെ 75ാമത് വാർഷികത്തോടനുബന്ധിച്ച് അടുത്തിടെ ഏതൊക്കെ ഭാഷകളിലാണ് ഭരണഘടനയുടെ പതിപ്പുകൾ ഇറക്കിയിരിക്കുന്നത്? സംസ്കൃതം, മൈഥിലി. ഭരണഘടനയുടെ 75ാമത് വാർഷികത്തോടനുബന്ധിച്ച് അടുത്തിടെ ഏതൊക്കെ ഭാഷകളിലാണ് ഭരണഘടനയുടെ പതിപ്പുകൾ ഇറക്കിയിരിക്കുന്നത്? സംസ്കൃതം, മൈഥിലി എന്നീ ഭാഷകളിലൊക്കെയാണ് ഭരണഘടനയുടെ 75ാമത് വാർഷികത്തോടനുബന്ധിച്ച് ഭരണഘടനയുടെ പതിപ്പുകൾ ഇറക്കിയിരിക്കുന്നത്. GI ടാഗ് പദവി ലഭിച്ച ഗർച്ചോള സാരി ഏത് സംസ്ഥാനത്തിൻ്റേതാണ്? ഗുജറാത്ത്. അപ്പോൾ ഗർച്ചോള സാരി GI ടാഗ് പദവി ലഭിച്ചു, അത് ഗുജറാത്ത് സംസ്ഥാനത്തിൻ്റേതാണ്. രാജ്യത്തെ ആദ്യ രാത്രി സഫാരി പാർക്ക് നിലവിൽ വന്നത് ലക്നൗ. കുക്കറൽ സംരക്ഷിത വനമേഖലയിലാണ് രാജ്യത്തെ ആദ്യ രാത്രി സഫാരി പാർക്ക് നിലവിൽ വന്നത് ലക്നൗവിൽ. ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യ. ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. അടുത്തിടെ അന്തരിച്ച പ്രകൃതി സംരക്ഷണത്തിനായി ജീവിതം ഒഴിഞ്ഞുവെക്കുകയും സസ്യങ്ങളുടെ വിജ്ഞാനകോശം എന്നറിയപ്പെടുകയും ചെയ്ത പത്മശ്രീ ജേതാവ് തുളസി ഗൗഡ. അടുത്തിടെ അന്തരിച്ച പ്രകൃതി സംരക്ഷണത്തിനായി ജീവിതം ഒഴിഞ്ഞുവെക്കുകയും സസ്യങ്ങളുടെ വിജ്ഞാനകോശം എന്നറിയപ്പെടുകയും ചെയ്ത പത്മശ്രീ ജേതാവ് തുളസി ഗൗഡ. കപ്പലിൽ നിന്ന് ബോട്ടുകൾക്ക് മുന്നറിയിപ്പ് കൊടുക്കാനുള്ള ഇന്ത്യയുടെ സംവിധാനം എൽറാഡ്.
കപ്പലിൽ നിന്ന് ബോട്ടുകൾക്ക് മുന്നറിയിപ്പ് കൊടുക്കാനുള്ള ഇന്ത്യയുടെ സംവിധാനം എൽറാഡ്. ബജ്ജിക ഭാഷയിൽ ചിത്രീകരിച്ച ആദ്യ സിനിമ ആജൂർ. അപ്പോൾ ബജ്ജിക ഭാഷയിൽ ചിത്രീകരിച്ച ആദ്യ സിനിമയാണ് ആജൂർ. സംവിധാനം ആര്യൻ ചന്ദ്രപ്രകാശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുട്ട ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുട്ട ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. പാൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. മുട്ട ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ഇനി ഗുരു നാനാക്കിൻ്റെ 555ാമത് ജന്മവാർഷികവുമായി ബന്ധപ്പെട്ട് പ്രത്യേക നാണയം ഇറക്കിയ ഇന്ത്യയുടെ അയൽ രാജ്യം പാകിസ്ഥാൻ. ഗുരു നാനാക്കിൻ്റെ 555ാമത് ജന്മവാർഷികവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ അയൽ രാജ്യമായ പാകിസ്ഥാനാണ് പ്രത്യേക നാണയം ഇറക്കിയത്. ഡൽഹിയിലെ സാറൈ കാലൈ ഖാൻ ചൗക്കിൻ്റെ പുതിയ പേര് ബിർസ മുണ്ട ചൗക്ക്. ഡൽഹിയിലെ സാറൈ കാലൈ ഖാൻ ചൗക്കിൻ്റെ പുതിയ പേര് ബിർസ മുണ്ട ചൗക്ക്. ഇന്ത്യയിലെ എഴുത്തുകാരുടെ ഗ്രാമം എന്നറിയപ്പെടുന്നത് താനോ. ഇന്ത്യയിലെ എഴുത്തുകാരുടെ ഗ്രാമം എന്നറിയപ്പെടുന്നത് താനോ. RBIയുടെ പുതിയ സർക്കുലർ പ്രകാരം UPI വാലറ്റിൽ സൂക്ഷിക്കാവുന്ന പരമാവധി തുക 5000. RBIയുടെ പുതിയ സർക്കുലർ പ്രകാരം UPI വാലറ്റിൽ സൂക്ഷിക്കാവുന്ന പരമാവധി തുക 5000. സമ്പൂർണ്ണ ശുചിത്വത്തിനായി സംസ്ഥാനമൊട്ടാകെ സംഘടിപ്പിക്കുന്ന മാലിന്യമുക്ത ക്യാമ്പയിൻ ജനകീയ ക്യാമ്പയിൻ മാലിന്യമുക്ത നവകേരളം 2.0. സമ്പൂർണ്ണ ശുചിത്വത്തിനായി സംസ്ഥാനമൊട്ടാകെ സംഘടിപ്പിക്കുന്ന മാലിന്യമുക്ത ജനകീയ ക്യാമ്പയിൻ മാലിന്യമുക്ത നവകേരളം 2.0. ടാറ്റ ട്രസ്റ്റിൻ്റെ പുതിയ ചെയർമാൻ ആര്? നോയൽ ടാറ്റ. ടാറ്റ ട്രസ്റ്റിൻ്റെ പുതിയ ചെയർമാൻ ആര്? നോയൽ ടാറ്റ. 2024 ഒക്ടോബറിൽ ഗൂഗിൾ ഡൂഡിൽ ആദരിച്ച മലയാളി ഗായകൻ KK കൃഷ്ണകുമാർ കുന്നത്ത്. 2024 ഒക്ടോബറിൽ ഗൂഗിൾ ഡൂഡിൽ ആദരിച്ച മലയാളി ഗായകനാണ്. ആദരിച്ച മലയാളി ഗായകൻ KK കൃഷ്ണകുമാർ കുന്നത്ത്. BBC-യുടെ 2024 ഏറ്റവും സ്വാധീനം ചെലുത്തിയ 100 വനിതകളുടെ പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യക്കാർ വിനേഷ് ഫോഗട്ട്, പൂജ ശർമ്മ, അരുണ റായ്. ആരൊക്കെയാണ് BBC-യുടെ 2024 ഏറ്റവും സ്വാധീനം ചെലുത്തിയ 100 വനിതകളുടെ പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യക്കാർ വിനേഷ് ഫോഗട്ട്, പൂജ ശർമ്മ, അരുണ റായ്. ഇന്ത്യയിലെ ആദ്യത്തെ ട്രൈബൽ ഡിജിറ്റൽ പേയ്മെൻറ്റ് ഗ്രാമം കുറ്റിച്ചൽ, തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യത്തെ ട്രൈബൽ ഡിജിറ്റൽ പേയ്മെൻറ്റ് ഗ്രാമം കുറ്റിച്ചൽ, തിരുവനന്തപുരം. യൂബറിൻ്റെ ഏഷ്യയിലെ ആദ്യത്തെ ജലഗതാഗത സേവനം യൂബർ ഷിഖാര. അപ്പോൾ യൂബറിൻ്റെ ഏഷ്യയിലെ ആദ്യത്തെ ജലഗതാഗത സേവനം യൂബർ ഷിഖാര ദാൽ തടാകത്തിലാണ്. ലോകത്തിലെ ഏറ്റവും കരുത്തരായ 100 വനിതകളുടെ പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യക്കാർ നിർമ്മല സീതാരാമൻ, റോഷ്നി നാടാർ മൽഹോത്ര, കിരൺ മജുംദാർ ഷാ. ലോകത്തിലെ ഏറ്റവും കരുത്തരായ 100 വനിതകളുടെ പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യക്കാർ നിർമ്മല സീതാരാമൻ, റോഷ്നി നാടാർ മൽഹോത്ര, കിരൺ മജുംദാർ ഷാ. 2025 ക്വാഡ് ഉച്ചകോടിയുടെ വേദി ഇന്ത്യ. 2025 ക്വാഡ് ഉച്ചകോടിയുടെ വേദി ഇന്ത്യ. 2024 ഡിസംബർ 26 അന്തരിച്ച ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ്. അപ്പോൾ 2024 ഡിസംബർ 26 അന്തരിച്ച ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ്. അപ്പോൾ എത്രയാണ് ഈ ഒരു PSC ബുള്ളറ്റിനിൽ 2024 ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കറണ്ട് അഫെയേഴ്സ് പാർട്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നന്നായി നോക്കി പോവുക. ഇനി വരുന്ന എല്ലാ എക്സാമുകളിലും ഈ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.